ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഡ്രാമ കാർണിവലിൽ എംബാറസിംഗ് ദി സ്റ്റാർ ടുഗദർ എന്നുള്ള സ്കൂൾ ഡ്രാമ, അതും ചൈനീസ് ഡ്രാമ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 പാർട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിന്നും ചെയ്തേക്കാം. പിന്നെ കമ്മ്യൂണിറ്റിയിലും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജിൻഷി അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോ അയാളാണെങ്കിലോ ജിൻഷിയുടെ ബാക്കിലിട്ട് ഒരടി വെച്ച് കൊടുക്കും. ജിൻഷി ആകെ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കും. നിങ്ങൾ എന്താ ഈ കാണിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനതിന് എന്ത് ചെയ്തു? ഞാനൊരു തെറ്റും ചെയ്തില്ല എന്നും പറഞ്ഞ് അയാളാണെങ്കിലോ ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കും. നിങ്ങളിപ്പോ ചെയ്തത് സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. ചെയ്ത തെറ്റ് അംഗീകരിക്കാണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇത് ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ എന്റെ അടുത്ത് സോറി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയും. അയാളാണെങ്കിലോ പെട്ടെന്ന് തന്നെ ജിൻഷിനെ നിലത്തേക്ക് തള്ളിവിടും. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇതിന് സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. ഞാനിപ്പോ തന്നെ പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞ് ജിൻഷി എഴുന്നേൽക്കുമ്പോഴേക്കും ഇതൊക്കെ കണ്ട് കുറച്ചുപേര് അങ്ങോട്ടേക്ക് വരും. അപ്പോഴേക്കും അയാളാണെങ്കിലോ ദേ അവളിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് വന്ന് അവളെന്നെ സെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കി. ഇപ്പോഴേ അതെല്ലാം കൂടി എന്റെ തലയിലേക്ക് ഇടുവാണ്. ഇവള് വെറുതെ നുണ പറയുവാന്ന് പറയും. ഇത് കേൾക്കുമ്പോ എല്ലാവരും തന്നെ ജിൻഷീന ഒരുമാതിരി നോക്കും. ഇവൾക്കും എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ല. വല്ലാത്ത സങ്കടത്തിലും ദേഷ്യത്തിലും പെട്ടെന്ന് തന്നെ പോലീസിന് കോൾ ചെയ്യും. അതേ ടൈം യാനിന് ഈസോയുടെ അടുത്ത് നിന്നും മെസ്സേജ് വരും. ഒരു ഡോക്ടറിനെ മീറ്റ് ചെയ്യാനായിട്ട് പോണോന്ന് പറഞ്ഞില്ലേ, അതിനുള്ള ടൈമായി എന്ന് പറഞ്ഞുള്ള മെസ്സേജാണ്. അങ്ങനെ ഞാൻ അർജന്റ് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് സിഡ്നിയുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നടക്കും. ഞാൻ അവിടെ നിന്നും മാറിയ ഉടനെ തന്നെ ജിൻഷിയുടെ ഡയറക്ടർ സിഡ്നിയുടെ അടുത്തേക്ക് വരും. ജിൻഷിക്ക് നടന്ന കാര്യമൊക്കെ സിഡ്നിയുടെ അടുത്ത് പറയും. എന്തായാലും ഈ കാര്യം അധികം പുറത്താക്കാണ്ട് പ്രൈവറ്റ് ആയിട്ട് തന്നെ തീർത്തു വിടാനായിട്ട് സിഡ്നി പറഞ്ഞു വിടും. അതേ ടൈം ജിൻഷി വിളിച്ച പ്രകാരം ഒരു പോലീസുകാരൻ ജിൻഷിയുടെ അടുത്തേക്ക് വരും. അപ്പോഴേക്കും ആ ഡയറക്ടർ ആണെങ്കിലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവളാണ് എന്റെ പുറകെ നടന്ന് എന്നെ സെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കിയത്, എന്നിട്ടിപ്പോ എല്ലാ കുറ്റവും കൂടി എന്റെ തലയിലേക്ക് ഇടുവാണെന്നും പറഞ്ഞിട്ട് എല്ലാ കുറ്റവും നമ്മുടെ ജിൻഷിയുടെ തലയിലേക്ക് എടുത്തിടും. ഇത് കേട്ട് ജിൻഷിക്കും ഒന്നും പറയാൻ പറ്റാണ്ട് നിൽക്കും. പോലീസുകാരനാണെങ്കിലോ ഇയാള് പറയുന്നത് അത്രക്ക് വലിയ രീതിയിൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ജിൻഷിയുടെ അടുത്ത് എന്താ നടന്നത്, എന്തായാലും നീ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പറയും. അങ്ങനെ ജിൻഷി കാര്യങ്ങള് പറയാനായിട്ട് തുടങ്ങുമ്പോഴാണ് യാനും അസിസ്റ്റന്റും കൂടി ആ വഴി വരുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം യാനും അവിടെ നിന്ന് കേൾക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ജിൻഷിയും ഇയാള് ഹറാസ് ചെയ്ത കാര്യങ്ങളെല്ലാം തുറന്നടിച്ചു പറയും. പക്ഷെ അയാളാണെങ്കിലോ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാണ്ട് ജിൻഷിയാണ് പുറകെ നടന്ന് സെഡ്യൂസ് ചെയ്തെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ജിൻഷിക്കും വല്ലാണ്ടാകും. ആ ടൈമിനാണ് ജിൻഷിയുടെ ഡയറക്ടർ ഇവരുടെ ഇടയിലേക്ക് വരുന്നത്. നമ്മുടെ കമ്പനി ഇൻവൈറ്റ് ചെയ്ത പ്രകാരമാണ് ഒരുപാട് ക്ലയൻസ് ഈ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതിനിടയില് ഇങ്ങനെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ കമ്പനിക്കാർക്കും നെഗറ്റീവായിട്ട് ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഇത് പ്രൈവറ്റ് ആയിട്ട് തീർത്തു വെക്കാനായിട്ടാണ് സിഡ്നി പറഞ്ഞെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻഷി വല്ലാണ്ട് ദേഷ്യത്തില് നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്നെയാണ് ഇയാള് സെക്ഷൽ ഹറാസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് പറ്റില്ല. എനിക്കിത് തെളിയിച്ചേ പറ്റുള്ളൂ. എന്തായാലും CCTV ചെക്ക് ചെയ്യാന്നും പറഞ്ഞ് എല്ലാവരും കൂടി CCTV റൂമിലേക്ക് പോകും. യാനിനാണെങ്കിലോ ഈ ഒരു പ്രോബ്ലത്തില് ഇപ്പോ ഇടപെടാനായിട്ട് സാധിക്കില്ല. ആ ഡോക്ടറിനെ ചെന്ന് മീറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനെ അവിടെ നിർത്തിയിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങള് വിളിച്ചു പറയണമെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകും. അതേ ടൈം CCTV ചെക്ക് ചെയ്യുമ്പോ അയാള് നമ്മുടെ ജിൻഷിനെ അടിച്ചതായിട്ടുള്ള വീഡിയോ ഒന്നും കാണുന്നില്ല. ഇവരുടെ 2 തല മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോ ഇവിടെ തെളിവും ഇല്ലാണ്ടായിരിക്കുവാണ്. അതാണെങ്കിലോ ഇയാള് യൂസ് ചെയ്യും. ഇപ്പൊ കണ്ടില്ലേ, തെളിവ് പോലും ഇല്ല. ഇവളെന്റെ അടുത്ത് മാപ്പ് പറയണമെന്ന് പറയും. ജിൻഷി ആണെങ്കിലോ വിട്ടുകൊടുക്കാണ്ട് ഇയാളാണ് എന്നെ ഹറാസ് ചെയ്തത്, അപ്പോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇയാൾ എന്റെ അടുത്ത് മാപ്പ് പറയണമെന്ന് പറയും. അയാളാണെങ്കിലോ വിട്ടുകൊടുക്കാണ്ട് ഇല്ല, നീയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചത്. ദേ തെറ്റായിട്ടുള്ള ഒരു കുറ്റം പോലും എന്റെ തലയിലേക്ക് ഇട്ടു. അപ്പോ നീ വേണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് മാപ്പ് പറയാനെന്നും പറഞ്ഞ് ഇയാളും അയാളുടെ വാദത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കും. ഇതാണെങ്കിലോ ഹീറോന്റെ അസിസ്റ്റന്റ് കേട്ടിട്ട് ഹീറോനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ ഞാനും അത് കേട്ടിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ നീ ചെയ്താൽ മതി എന്നും പറഞ്ഞ് അസിസ്റ്റന്റിനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. അസിസ്റ്റന്റ് അങ്ങനെ ഇവരുടെ അടുത്തേക്ക് ചെന്ന് ഈ ഇൻസിഡന്റ് നടക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനും ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല. അതേപോലെ CCTVയിലും കറക്റ്റ് ആയിട്ട് പതിഞ്ഞിട്ടില്ല. പിന്നെ ആ ഇൻസിഡന്റ് നടക്കുമ്പോ
അവിടെ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു, അതില് വീഡിയോസ് നമുക്ക് കിട്ടും. ആ വീഡിയോ ഇപ്പോ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ കിട്ടും. ആ വിഷ്വൽസ് കണ്ട സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാന്നും പറഞ്ഞ് അസിസ്റ്റന്റ് നേരെ ഡയറക്ടറിന്റെ അടുത്തേക്ക് ചെല്ലും. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങൾ ജിൻഷിനെ ഹറാസ് ചെയ്തോ ഇല്ലയോ? അങ്ങനെ നിങ്ങൾ ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്യണം. ഇനി നിങ്ങൾ അത് ചെയ്യാണ്ട് ആ വിഷ്വൽസ് കണ്ട് അതിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് തെളിയുകയാണെങ്കിൽ പണിഷ്മെന്റും കൂടുതലായിരിക്കും എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഡയറക്ടർ ആണെങ്കിലും വല്ലാണ്ട് നെർവസ് ആവാനായിട്ട് തുടങ്ങും. അതേ ടൈം സിഡ്നിനെ കാണിക്കാണ്. പുള്ളിക്കാരി അങ്ങനെ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ജിൻഷിയുടെ ഒക്കെ ഡയറക്ടറിന്റെ അടുത്ത് നിന്നും മെസ്സേജ് വരും. ഞാൻ ജിൻഷിയുടെ പ്രോബ്ലത്തില് ഇടപെട്ട് പോലീസ് വരെ കൊണ്ടുപോയി എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ സിഡ്നി പയ്യെ പുറത്തോട്ട് ഇറങ്ങി വരും. എന്തായാലും ഇയാള് കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു, അപ്പോ അതിന്റെ പണിഷ്മെന്റും ഇയാൾ അനുഭവിക്കണമെന്നും പറഞ്ഞ് ആ ഡയറക്ടറിനെ പോലീസുകാരന്റെ കൂടെ പറഞ്ഞഴക്കും. അതിനുശേഷം ജിൻഷിയുടെ അടുത്തേക്ക് വന്ന്, നീ എന്തായാലും പേടിക്കണ്ട, തെറ്റ് ചെയ്ത ആള് ഇനി ഒരിക്കലും നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യില്ല, ഇനി അയാൾ തിരിച്ചു വരൂ എന്നുള്ള പേടിയും നിനക്കിനി വേണ്ട, നീ എന്തായാലും സേഫ് ആയിട്ട് വീട്ടിലേക്ക് പോയിക്കോന്നും പറഞ്ഞ് ജിൻഷിനെ സമാധാനപ്പെടുത്തി പുള്ളിക്കാരി എന്തോ നല്ലവളെ പോലെ പറഞ്ഞു വിടും. അതിനുശേഷം അസിസ്റ്റന്റിന്റെ അടുത്ത് വന്ന്, എന്തായാലും ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് യാനിന്റെ അടുത്ത് പറഞ്ഞേക്കെന്ന് പറയും. അങ്ങനെ അസിസ്റ്റന്റും യാനിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയും. ജിൻഷി സേഫ് ആയിട്ട് വീട്ടിലെത്തി എന്നുള്ളതും പറയും. അങ്ങനെ യാനും കറക്റ്റ് ആയിട്ട് ആ ഡോക്ടറിനെ ചെന്ന് മീറ്റ് ചെയ്യും. അങ്ങനെ ഇവന്റെ ബിസിനസ് ഐഡിയാസ് ഒക്കെ അയാളുടെ അടുത്ത് പറയും. അയാൾക്കും അത് ഇഷ്ടപ്പെട്ട് യാനിനെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് പിരിയും. അങ്ങനെ നൈറ്റ് ആകുമ്പോ ജിൻഷി ആണെങ്കിലോ അവളുടെ ബോയ് ഫ്രണ്ടിന് കോൾ ചെയ്ത് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് വല്ലാണ്ട് ഫീൽ ചെയ്ത് നിൽക്കും. നിനക്ക് അത്രയ്ക്കും സങ്കടമാണെങ്കിൽ ഇനി മുതൽ ജോലിക്ക് പോവണ്ട, നിന്നെ ഞാൻ നോക്കിക്കോളാന്ന് പറയും. അയ്യോ അത് ശരിയാവില്ല, നമുക്കൊരുമിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലാറ്റ് ഒക്കെ വാങ്ങണ്ടേ, അപ്പോ എനിക്ക് ഈ ജോബിന് പോയേ പറ്റുള്ളൂ, എന്തൊക്കെ വന്നാലും ഞാൻ ഈ ജോബിന് പോകുമെന്ന് പറയും. സോറി ജിൻഷി, ഞാൻ ഈ ടൈമിന് നിന്റെ കൂടെ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് നിൽക്കാനായിട്ട് സാധിച്ചില്ല, എത്രയും പെട്ടെന്ന് നിന്നെ കാണാനായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറയും. ആ ഓക്കെ, എന്തായാലും ഇനി അധികം ലേറ്റ് ആക്കണ്ട, കിടന്നുറങ്ങിക്കോന്നും പറഞ്ഞ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യും. പിന്നെയാണ് യാനിന്റെ അസിസ്റ്റന്റ് വന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത കാര്യം ഓർത്തെടുക്കുന്നത്. അതേപോലെ തന്നെ ആ കാറിന്റെ കേസിലും ഇയാളോടാണ് ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണല്ലോ ജിൻഷിയുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പറിലേക്ക് ഇന്ന് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കും. ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞ് പെട്ടെന്ന് ഒരു വോയിസ് മെസ്സേജും റിപ്ലൈ ആയിട്ട് വരും. ആ ഒരു സൗണ്ട് കേട്ട്, ഇത് മിസ്റ്റർ ടാങ്കിന്റെ സൗണ്ട് പോലെ അല്ലല്ലോ, ഇത് അസിസ്റ്റന്റ് ടാങ്ക് തന്നെയല്ലേ എന്നും ചോദിച്ച് ജിൻഷി വീണ്ടും ഒരു മെസ്സേജ് അയക്കും. അല്ല, ഞാൻ മിസ്റ്റർ യാനാണെന്നും പറഞ്ഞ് യാനിന്റെ അടുത്ത് നിന്നും മെസ്സേജ് വരും. ഇത് കേട്ട് ജിൻഷി വല്ലാണ്ട് ചമ്മിപ്പോകും. ദൈവമേ, ഇങ്ങേരുടെ അടുത്ത് തന്നെയാണല്ലോ ഞാൻ ആ കാറിന്റെ വിഷയത്തില് ഇത്രയൊക്കെ സംസാരിച്ചു വെച്ചത്, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വോയിസ് മെസ്സേജ് എടുത്ത്, ഹായ് മിസ്റ്റർ യാൻ, താങ്ക് യു മിസ്റ്റർ യാൻ, ഗുഡ് നൈറ്റ് മിസ്റ്റർ യാൻ എന്നും പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് വിട്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഓഫീസിലേക്ക് വരും. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴോ എല്ലാവരും തന്നെ ജിൻഷിന ഒരുമാതിരി നോക്കുവാണ്. ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള യായ പോലും ഇവളുടെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാണ്ട് ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. നീ പെട്ടെന്ന് റെസ്റ്റ് റൂമിലേക്ക് വാന്നും പറഞ്ഞ്. അങ്ങനെ ജിൻഷി ചെല്ലുമ്പോ ഇവിടെ എല്ലാം ഇപ്പോ തലകീഴായി മറിഞ്ഞു. റെൻ ഹോസ്പിറ്റലിലെ ഡയറക്ടർ നിനക്ക് വലിയൊരു ബൊക്കെ അയച്ചു, അതുമല്ലാണ്ട് ഇന്നലെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറുമായിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം നടന്നു, അതിൽ നിന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തതോ ഞാൻ എന്റെ അസിസ്റ്റന്റും. ഇപ്പോഴേ നീ കാരണം സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അതിന്റെ ദേഷ്യവും ആ ഡിപ്പാർട്ട്മെന്റിന് മുഴുവനും നിന്നോടുണ്ട്. പിന്നെ നിന്നെയും യാനിനെയും പറ്റി ഇന്റർനെറ്റിൽ ഒരുപാട് ഗോസിപ്സ് ഒക്കെ വരുന്നുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻഷിക്ക് വല്ലാത്ത സങ്കടം വരും. ഞാൻ അതിനെന്ത് തെറ്റാ ചെയ്തത്? അയാളല്ലേ എന്നെ വന്ന് ഹറാസ് ചെയ്തത്, എന്നിട്ടിപ്പോ എല്ലാവരും എന്നെ കുറ്റക്കാരിയായിട്ട് കാണുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ കാരണം ഇവിടെയുള്ള ഒരാൾക്ക് പോലും ബോണസ് കിട്ടില്ല എന്നായിട്ടുണ്ട്, അതിന്റെ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. അതേപോലെ തന്നെ എനിക്കിനി നിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാനും സാധിക്കുമെന്ന് തോന്നുന്നില്ല, നമുക്കിനി ചാറ്റ് ചെയ്ത് സംസാരിക്കാം, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് യായ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകും. ജിൻഷിക്കും വല്ലാത്ത സങ്കടം ആകുന്നുണ്ട്. അതേ ടൈം സിഡ്നി ആണെങ്കിലോ ഈ ഒരു ഗോസിപ്പൊക്കെ അറിഞ്ഞ് വല്ലാണ്ട് ടെൻഷനിലാണ്. അതുമല്ലാണ്ട് ജിൻഷിയും യാനും ഒരുമിച്ച് ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ സെർച്ച് ചെയ്യും. അതേ ടൈമിനാണ് ജിൻഷിയുടെ ഡയറക്ടർ സിഡ്നിനെ കാണാനായിട്ട് വരുന്നത്. ജിൻഷി നമ്മുടെ കമ്പനിയുടെ എംപ്ലോയിയും യാൻ നമ്മുടെ കമ്പനിയുടെ വലിയൊരു ഇൻവെസ്റ്ററുമാണ്. ഇവരെ കുറിച്ച് ഒരു ഗോസിപ്പൊക്കെ ഇവിടെ കറങ്ങി നടക്കുന്നത് നീയും കേൾക്കുന്നതൊക്കെയല്ലേ. ഈ ഒരു ഗോസിപ്പ് യാനിന്റെ ചെവിയിലെത്തിയ ഞാൻ അതിന് എന്ത് മറുപടി കൊടുക്കും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ജിൻഷിന, നീയാണ് അടക്കി നിർത്തേണ്ടത്, നിന്റെ താഴെയല്ലേ അവളുള്ളത്, നീ എന്താന്ന് വെച്ചോ ചെയ്തോന്ന് അറിയും. ഇത് കേൾക്കുമ്പോ പുള്ളിക്കാരനൊന്നും മനസ്സിലാവില്ല. എന്തായാലും മാഡത്തിന്റെ ഒരു ഐഡിയയും കൂടി എനിക്ക് പറഞ്ഞു
പറഞ്ഞതാന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ആ ഒരു ഡയറക്ടർ ജിൻഷിനെ വിളിപ്പിക്കും. ഒരുപാട് പെൻഡിങ് വർക്ക്സ് ഒക്കെ നടക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ എംപ്ലോയീസും ബിസിയാണ്, അതുകൊണ്ട് നീ ഫീൽഡ് വർക്ക് നോക്കണോന്നും പറഞ്ഞ് അവളെ ഫീൽഡ് വർക്കിലേക്ക് മാറ്റും. അതുമല്ലാണ്ട് എന്ത് വർക്ക് ചെയ്താലും അതിലെന്തെങ്കിലും കുറ്റവും കുറവും എല്ലാം കണ്ടെത്തി അത് തിരുത്താനും അതേപോലെ ഓവർ ടൈം വർക്ക് ചെയ്യാനും പറഞ്ഞ് വല്ലാണ്ട് പ്രഷർ ചെയ്യാനായിട്ട് തുടങ്ങും. ഇതെല്ലാം കേട്ട് ബാക്കിയുള്ള എംപ്ലോയീസിനും വല്ലാത്ത ദേഷ്യം കയറും. ഇതിലിപ്പോ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ ഇവിടെ ഇരുന്ന് ഓവർ ടൈം ചെയ്താലും 1 രൂപ പോലും ഇവര് കൂട്ടിത്തരില്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിന്റെ ക്യാരക്ടറിനെയൊക്കെ പറ്റി ഇൻഡയറക്റ്റ് ആയിട്ട് കളിയാക്കാനായിട്ടൊക്കെ തുടങ്ങും. ഹീറോയിൻ ആണെങ്കിലും ഇത് വലിയ രീതിക്ക് മൈൻഡ് ചെയ്യാണ്ട് എന്തൊക്കെ വന്നാലും ഇത് നമ്മുടെ പ്രോജക്റ്റ് ആണ്, ഇത് മര്യാദക്ക് തീർത്താലേ നമുക്കുള്ള ബോണസ് കിട്ടുള്ളൂ എന്നും പറഞ്ഞ് എല്ലാവരെയും പിടിച്ചെടുത്ത് വർക്കൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ഓരോരുത്തരും അങ്ങനെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകും. അവസാനം യാങ്ങും അവളുടെ വർക്കെല്ലാം തീർന്നിട്ട് ജിൻഷിയുടെ അടുത്ത് നീ വേണമെങ്കിൽ കുറച്ച് വർക്ക് എനിക്കതാ, ഞാനും കൂടി ഇവിടെ ഇരുന്ന് ചെയ്യാന്ന് പറയും. വേണ്ടടാ, നീ പോയിക്കോ, ഇവിടെ ഒറ്റക്കിരുന്ന് പെട്ടെന്ന് എന്റെ വർക്ക് എനിക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും, ഒറ്റക്കാവുമ്പോ ഈസി ആയിട്ട് ഞാൻ ചെയ്യുമെന്നും പറഞ്ഞ് യാനെ അവിടെ നിന്ന് പറഞ്ഞഴക്കും. അത് കഴിയുമ്പോഴേക്കും ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് നിന്നും മെസ്സേജ് വരും. നിന്റെ ഓവർ ടൈം ജോബ് ഒക്കെ കഴിഞ്ഞോന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, കുറച്ചും കൂടി ഉണ്ടെന്ന് പറയും. ഓവർ ടൈം ചെയ്യണമെന്നും പറഞ്ഞ് അധികം സ്ട്രെസ് ഒന്നും എടുക്കണ്ട, എന്തായാലും നീ വീട്ടിലെത്തുമ്പോ എനിക്ക് വിളിച്ച് അറിയിക്കണോന്ന് അറിയും. ആ ഓക്കെ എന്നും പറഞ്ഞ് ജിൻഷി അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ഒന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഇപ്പൊ നമ്മുടെ യാനുമുണ്ട്. അവനും 2 വർഷം കൊണ്ട് അവന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമല്ലോ, അതിന്റെ കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ചോണ്ടിരിക്കും. അതേ ടൈം ജിൻഷി ആണെങ്കിലോ ഇപ്പോ ചുറ്റുമുള്ളവരെല്ലാവരും ഇവളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിന്റെ സങ്കടത്തിൽ വല്ലാണ്ട് ഫീൽ ചെയ്തിരിക്കും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയിരിക്കും വർക്കെല്ലാം കഴിഞ്ഞ് ലിഫ്റ്റിലേക്ക് വന്ന് കയറുക. ലിഫ്റ്റില് യാനിനെ കാണുമ്പോ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന വിഷയത്തില് നിങ്ങളാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്, അതിനൊരുപാട് താങ്ക്സ് ഉണ്ട്, എന്തായാലും നിങ്ങളുടെ ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ആ റോബോട്ട് ചെന്ന് ചെക്ക് ചെയ്തായിരുന്നു, അതിലൊരു ക്യാമറയും ഞാൻ കണ്ടില്ല എന്ന് പറയും. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നിന്നെ അതില് ഹെൽപ്പ് ചെയ്തില്ലേ, അത് മാത്രം മതി എന്നും പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് ലിഫ്റ്റിൽ നിന്നിറങ്ങും. അങ്ങനെ രണ്ടുപേരും പുറത്ത് ഒരുമിച്ച് നിൽക്കുമ്പോ ഞാനാണെങ്കിലോ നിന്നെ വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയും. വേണ്ട, ഞാൻ ടാക്സി ബുക്ക് ചെയ്തു, ഇപ്പൊ വരും എന്നറിയും. ആ ഓക്കെ എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ജിൻഷി വിളിച്ച ടാക്സി വരും. അങ്ങനെ അവൾ അതിൽ കയറി പോകും. അതിനുശേഷം യാനിന്റെ അസിസ്റ്റന്റും കാറുമായിട്ട് വരും. അങ്ങനെ രണ്ടുപേരും പോകും. ജിൻഷി ആണെങ്കിലോ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ റേഡിയോയിൽ പോലും ജിൻഷിയുടെ ആ കേസിനെ പറ്റിയാണ് പറയുന്നത്. അതിലാണെങ്കിലോ വലിയ എവിഡൻസ് ഒന്നും ഇല്ലല്ലോ, ഇപ്പോ എവിഡൻസ് ഇല്ലാത്ത ഒരാളെയാണ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചേൽപ്പിച്ചിട്ടുള്ളത്, അതുമല്ലാണ്ട് ചെയ്യാത്ത കുറ്റത്തിനാണ് അയാളുടെ ജോബ് പോലും പോയതെന്നൊക്കെ ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോൾ ആ ഡ്രൈവർ പോലും അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഡ്രൈവറും ആ ഒരു ന്യൂസ് കേട്ടിട്ട് ശരിയാണ്, ഒരു എവിഡൻസും ഇല്ലാണ്ട് ഒരു പാവം പിടിച്ച ആളെ ജയിലിൽ പിടിച്ചിട്ടേക്കുവാണ്, അതുമല്ലാണ്ട് അയാളുടെ ജോബും പോയി, ആ പെണ്ണ് വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് അറിയും. ഇത് കേൾക്കുമ്പോൾ ജിൻഷിക്ക് സങ്കടം വരും. ഒരു പെൺകുട്ടിയും അവളെ ഒരാള് ഹറാസ് ചെയ്തു എന്ന് ചുമ്മാ വിളിച്ച് പറയില്ല, അത് നിങ്ങൾക്ക് അറിയില്ലെന്ന് ഇങ്ങനെ ചോദിക്കും. പറയില്ലായിരിക്കാം, പക്ഷെ അതിനൊരു എവിഡൻസും ഇല്ലല്ലോ മോളെ, എവിഡൻസ് ഇല്ലാണ്ട് എങ്ങനെയാണ് ഒരാളെ കുറ്റക്കാരനായിട്ട് കാണുന്നത്? അതുമല്ലാണ്ട് പാവം അയാളുടെ ജോലി പോലും ആ പെൺകുട്ടി കാരണം പോയി എന്ന് പറയും. ഇയാള് വീണ്ടും വീണ്ടും അയാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കാണുമ്പോൾ ജിൻഷിക്ക് വല്ലാതെ ദേഷ്യം വന്ന് പെട്ടെന്ന് ടാക്സി നിർത്തി ബസ് പിടിച്ച് പോവാന്നും പറഞ്ഞ് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് നിൽക്കും. എല്ലാവരും തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണല്ലോ എന്നും പറഞ്ഞ് വല്ലാത്ത സങ്കടത്തിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ നീ ഇവിടെ നിൽക്കുന്നത്? എന്തായാലും വാ, നിന്നെ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് അങ്ങനെ ജിൻഷിയും യാനിന്റെ കാറിലേക്ക് കയറിയിരിക്കും. അങ്ങനെ ഇവര് പോയിക്കൊണ്ടിരിക്കുമ്പോ 10 വർഷമായി ഇപ്പോഴും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിൻഷി ഒന്ന് ഷോക്കായിട്ട് അപ്പൊ നിനക്ക് എന്നാ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഞാനാണെങ്കിലോ അതിനൊരു മറുപടിയും കൊടുക്കുന്നില്ല. അപ്പൊ തന്നെ ജിൻഷി ഞാൻ വേണമെങ്കിൽ കാറിന്റെ ഡാമേജിന്റെ പൈസ ഇട്ട് തന്നേക്കാന്ന് പറയും. വേണ്ട, അതൊന്നും തരണ്ടെന്ന് പറയും. അപ്പോഴാണ് ജിൻഷിയുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തേക്ക് വീഴുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ആ ഫോൺ എടുക്കാനായിട്ട് കുനിയും. ഞാൻ അങ്ങനെ തന്നെ ആ ഫോൺ വാങ്ങിയിട്ട് കൊടുക്കാൻ പോകുന്ന പോലെ ആ ഫോൺ കൊടുക്കാണ്ട് നീ എപ്പോഴാണ് പുതിയ നമ്പർ എടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കും. കോളേജിൽ പഠിക്കുമ്പോ തന്നെ പുതിയ നമ്പർ എടുത്തു എന്ന് പറയും. എന്താണ് അതിപ്പോ ചോദിക്കാനായിട്ടുള്ള കാരണമെന്ന് ജിൻഷി ചോദിക്കും. ഇല്ലാന്നും പറഞ്ഞ് ഫോണും കൊടുത്ത് ഒന്നും മിണ്ടാണ്ട് ഞാനിങ്ങനെ ഇരിക്കും. ജിൻഷിക്ക് എന്തൊക്കെയോ യാനിന്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെയുണ്ട്, പക്ഷെ ഒന്നും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ജിൻഷിക്ക് ഇപ്പോ ഫീൽഡ് വർക്ക് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. സോ ഇവരുടെ റോബോട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫേസ് ടു ഡീറ്റെയിൽസ് ഒക്കെ വേണോന്ന് അവിടെയുള്ള ഡോക്ടറിന്റെ അടുത്ത് പറയും. ഇല്ല, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും
ഒന്നും എനിക്കിപ്പോ തരാനായിട്ട് സാധിക്കില്ല എന്ന് പറയും. ഓക്കെ, പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ ഞങ്ങളുടെ റോബോട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇതുവരെ അതിനൊരു പ്രോബ്ലം ഇല്ല, എനിക്ക് എന്തായാലും വർക്കുണ്ട്, പിന്നെ നീ നിന്റെ ഹെഡിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഫേസ് ടു ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് തരാനായിട്ട് കഴിയില്ല എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി പോകും. അതേ ടൈം യാനിനെ കാണിക്കാണ്. ഞാനിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഏതൊരു ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരും. നിങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ കോർപ്പറേഷൻ വേണോന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, അതിന് ഞങ്ങൾക്ക് സമ്മതമാണ്, പറ്റുമെങ്കിൽ ഒന്ന് വന്ന് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓക്കെ എന്നും പറഞ്ഞിട്ട് ഞാനും ഇപ്പൊ നമ്മുടെ ജിങ്ഷിയുള്ള അതേ ഹോസ്പിറ്റലിലേക്ക് പോകും. അതേ ടൈം ആ ഹോസ്പിറ്റലിലാണെങ്കിലോ സിസ്റ്റത്തിന് എന്തോ എറർ സംഭവിച്ചിട്ട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് പേഷ്യൻസ് അവിടെ നിന്ന് ഭയങ്കര കൂട്ടത്തിൽ ഒച്ചെടുത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ഗ്രാൻഡ്മേന എല്ലാവരും കൂടി തള്ളിവിടുന്നത്. ഇത് കാണുമ്പോ തന്നെ ജിങ്ഷി ചെന്ന് ആ ഒരു ഗ്രാൻഡ്മേന താങ്ങി പിടിക്കും. ഗ്രാൻഡ്മയാണെങ്കിലോ വല്ലാത്ത ദേഷ്യത്തില്, ഞാനിവിടെ വന്നത് തന്നെ ഡെന്റൽ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്, ഇപ്പൊ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ പല്ലുവേദന എത്ര നേരം ഞാൻ പിടിച്ചു നിർത്തുമെന്നും പറഞ്ഞ് വല്ലാണ്ട് പൊലമ്പിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ ജിങ്ഷിക്ക് ഒരു ഐഡിയ തോന്നും. ഡെന്റൽ ചെക്കപ്പിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ ഒരു റോബോട്ടിനെ തയ്യാറാക്കിയത്, അപ്പോ അതിനെ കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്യാന്ന് തീരുമാനിക്കും. അങ്ങനെ തന്നെ ഫോൺ എടുത്ത് അതിനെ കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.